പ്രൊഫസർ ജോസഫ് ആൻ്റണി, റഫേൽ വിമാനങ്ങൾ സജ്ജമാണെന്ന വാർത്തകൾ പുറത്തുവരുന്നു. അറബിക്കടലിൽ അണിനിരന്നു കഴിഞ്ഞു യുദ്ധക്കപ്പലുകൾ എന്ന വാർത്ത പുറത്തുവരുന്നു. കരസേനയും എന്തിനും തയ്യാറാണ്. സൂചനയെന്ത്? വളരെ വ്യക്തമായ സൂചന ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ രാഷ്ട്രീയ സമുന്നത നേതൃത്വം നൽകിക്കഴിഞ്ഞു. വളരെ വ്യക്തമായി അത് ആക്രമണം നടന്നു കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ മധുബനിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. അതുപോലെ തന്നെ മൻ കി ബാത്തിൽ അതിൻ്റെ അടുത്ത വരുന്ന ഞായറാഴ്ച മൻ കി ബാത്തിൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ആശയം വളരെ വ്യക്തമാണ്. ഒന്ന്, ഈ ആക്രമണം ഞങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു, ഇന്ത്യൻ മനസ്സിനെ വല്ലാതെ മുറിപ്പെടുത്തി. അങ്ങനെ വേദനിപ്പിച്ച ഈ ആക്രമണം നടത്തിയവർ, ആക്രമണത്തെ പിന്തുണയ്ക്കുന്നവർ അവർ ശിക്ഷിക്കപ്പെടും. അവർ ശിക്ഷിക്കപ്പെടുമെന്ന് മാത്രമല്ല, അവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും അവരെ കണ്ടുപിടിച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും, കണ്ടുപിടിച്ച് ശിക്ഷിക്കും എന്ന വളരെ കൃത്യമായ മുന്നറിയിപ്പ് അല്ലെങ്കിൽ കൃത്യമായ അറിയിപ്പ് അവർക്ക് കൊടുത്തു കഴിഞ്ഞു. അതിൻ്റെ ആ അറിയിപ്പ് കൊടുത്തതിനെ തുടർന്ന് നമ്മൾ നടത്തുന്നത് ഇതിന് മുമ്പുണ്ടായിട്ടില്ലാത്ത വിധമുള്ള തയ്യാറെടുപ്പുകളാണ്. ആ തയ്യാറെടുപ്പുകളെന്ന് പറയുന്ന തയ്യാറെടുപ്പുകൾ ഒരുപക്ഷെ നമ്മുടെ ആളുകൾ ഈ ഉടൻ തിരിച്ചടി വേണം എന്നാഗ്രഹിക്കുന്ന ആളുകളെ കുറച്ചൊരു നമ്മൾ ആക്രമണിക്കാത്തതെന്നുള്ള ചിന്തയിലേക്ക് നയിക്കുന്നുണ്ടാവാം. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമ്മൾ 2016 ഉറി ആക്രമണത്തിന് ശേഷം 10 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചടിച്ചത്. പഹൽഗാം പുൽവാമ ആക്രമണത്തിന് ശേഷം 2019 12 ദിവസത്തിന് ശേഷമാണ് നമ്മൾ ആക്രമിച്ചത്. എന്നാൽ ഈ 2 ആക്രമണങ്ങൾക്ക് ശേഷവും, അതായത് ഉറി ആക്രമണത്തിന് ശേഷവും പുൽവാമ ആക്രമണത്തിന് ശേഷവും നമ്മൾ തിരിച്ചടിച്ചെങ്കിലും അവർ ഇപ്പോൾ വീണ്ടും 2025 നമുക്കറിയാം ഈ 2016 2019 കൊമ്പാറ്റൻസിനെയാണ്, നമ്മുടെ സൈനിക അംഗങ്ങളെയാണ് ആക്രമിച്ചതെങ്കിൽ ഇവിടെ നോൺ കോമ്പാറ്റൻസ് എന്ന് പറയുന്ന ഈ ആയുധമേന്താത്ത നിരപരാധികളായ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കാശ്മീരിൻ്റെ സൗന്ദര്യവും അതിൻ്റെ സ്നേഹവും ഒക്കെ സ്വീകരിക്കാനെത്തിയ ആളുകളെയാണ് ആക്രമിച്ചത്. ആക്രമണത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് നമ്മൾ എല്ലാവർക്കും ഇതിനുവേണ്ടി അറിഞ്ഞതാണ്. ആളുകളെ ഭീകരവാദികൾ അവരെ മാറ്റി നിർത്തി ID ചോദിച്ചുകൊണ്ട്, അവരുടെ മതം അന്വേഷിച്ചുകൊണ്ട് അതിനിഷ്ഠൂരമായി ബന്ധുക്കളുടെ മുന്നിൽ, നമ്മൾ സാധാരണ നടക്കുന്ന കണക്കുള്ളൊരു ഭീകരാക്രമണമല്ല, ഒരു ഡ്രോണോ ഒരു വെടിവെപ്പോ അല്ല, ഈ തെരഞ്ഞു പിടിച്ച് മാറ്റി നിർത്തി അതിനിഷ്ഠൂരമായി മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആക്രമണമാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഇതിനെതിരെ അതിശക്തമായി, അതായത് ഇനി മേലിൽ ഇങ്ങനെ ഒരു ആക്രമണം, ഇപ്പോൾ പുൽവാമയിലോ അല്ലെങ്കിൽ ഉറിയിലോ ആക്രമണം നടത്തിയതുപോലെ അല്ല ഈ പഹൽഗാമിലെ ആക്രമണം നടത്തിയതിന് ശേഷം ഇനിയൊരു ആക്രമണം പാകിസ്ഥാനിൻ്റെ പിന്തുണയോടുകൂടി ഭീകരന്മാർ നടത്തുമ്പോൾ അവർ രണ്ടാമതൊന്നുകൂടി ആലോചിക്കണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ആക്രമണത്തിന് ശേഷം പല തലങ്ങളിൽ, അതായത് നമ്മൾ ഉടൻ തന്നെ വളരെ വാസ്തവത്തിൽ ഈ നടപടി എടുത്തില്ല അല്ലെങ്കിൽ നമ്മൾ അവർക്ക് തിരിച്ചടി കൊടുത്തില്ല എന്ന് പറയുന്നതിൽ വാസ്തവത്തിൽ അർത്ഥമില്ല. ഈ കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടി ആദ്യം തന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. സിന്ധു നദീജലം നമ്മൾ കരാർ മരവിപ്പിച്ചതിലൊക്കെ കൊടുത്തു കഴിഞ്ഞു. കാരണം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു തുടങ്ങി. നമ്മൾ പാകിസ്ഥാൻ തെരുവുകളിൽ, പ്രത്യേകിച്ച് പഞ്ചാബിലും സിന്ധിലും ജനങ്ങൾ തെരുവിലിറങ്ങി കഴിഞ്ഞു. കാരണം ജലലഭ്യത കുറഞ്ഞു കഴിഞ്ഞു. നമ്മളൊന്ന് ഷട്ടർ താത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ജലം നദിയുടെയും ചിനാബ് നദിയുടെയും വെള്ളമൊഴുകുന്ന ചില ഡാമുകളുടെ ഷട്ടറുകൾ നമ്മൾ താഴ്ത്തി കഴിഞ്ഞു. അങ്ങനെ താഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് നിരന്തരമായി സ്ഥിരമായി അങ്ങനെ ചെയ്യാൻ കഴിയില്ലെങ്കിലും ഒരു മണിക്കൂറെങ്കിലും നമ്മളൊന്ന് താഴ്ത്തി നിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ് പഞ്ചാബ് സിന്ധിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനെ അവരുടെ ദൈനംദിന ജീവിതത്തെ അതിനിർണായകമായി ബാധിക്കുന്ന തരത്തിലുള്ള നടപടികൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ ബാക്കിയുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തി കഴിഞ്ഞു. എന്ന് മാത്രമല്ല, നമ്മൾ ഇത്തവണ ചെയ്യുന്നൊരു കാര്യം, അന്തർദേശീയ തലത്തിൽ ഇത് വീണ്ടും കുറച്ച് നാൾ അവരൊന്ന് ഈ FATF എന്ന് പറയുന്ന പാകിസ്ഥാൻ ഫിനാൻഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെ ഗ്രേ ലിസ്റ്റിൽ വന്നതുകൊണ്ട് കുറച്ച് നാൾ മങ്ങി നിന്നെങ്കിൽ നമ്മളിപ്പോൾ വീണ്ടും ചെയ്യാൻ ശ്രമിക്കുന്നത് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് FATF-നകത്ത് വീണ്ടും പാകിസ്ഥാനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ 24ാമത്തെ തവണയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി മൂലം IMF-ൽ നിന്ന് അവർ ലോൺ എടുക്കുന്നത്. അങ്ങനെ ഇനി വീണ്ടും അത്തരം ലോൺ എടുക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അന്തർദേശീയ ധനകാര്യ സ്ഥാപനങ്ങളിലും അന്തർദേശീയ തലത്തിലും വീണ്ടും പാകിസ്ഥാൻ ഭീകരതയുടെ തലസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഭീകരതയുടെ പ്രഭവ കേന്ദ്രം പാകിസ്ഥാനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം അന്തർദേശീയ തലത്തിൽ നടന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിൽ നമ്മുടെ ഇന്ത്യൻ പ്രതിനിധി അവർ പറഞ്ഞത് ഇതൊരു തെമ്മാടി രാഷ്ട്രമാണ്.
ആ തെമ്മാടി രാഷ്ട്രമാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റുമായും ലോകത്തിൻ്റെ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരുമായി സംസാരിക്കുന്നു. നമ്മുടെ വിദേശകാര്യമന്ത്രി ലോകത്തുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ എല്ലാം വിദേശകാര്യമന്ത്രിമാരോട് സംസാരിക്കുന്നു. നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി ബാക്കിയുള്ള വിദേശകാര്യ സെക്രട്ടറിമാരുമായി സംസാരിക്കുന്നു. ഇങ്ങനെയുള്ള നടക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രതിരോധ മന്ത്രി ബാക്കിയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ പ്രതിരോധ മന്ത്രിമാരെ സംസാരിക്കുന്നു. അപ്പോൾ അങ്ങനെ അതായത് അന്തർദേശീയ തലത്തിൽ നമ്മളുടെ ഡിമാൻഡ് എന്താണ്, നമ്മൾക്ക് മുറിവെന്താണ്, നമ്മൾ എടുക്കാൻ പോകുന്ന നിലപാടുകൾ എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഡിപ്ലോമാറ്റിക് ലെവലിൽ കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ സൈനിക തലത്തിൽ നമുക്കറിയാം വളരെ സുതാര്യമാണ് കാര്യങ്ങൾ. നമ്മുടെ മന്ത്രിസഭാ സമിതി, സുരക്ഷാ സമിതി കൂടുന്നു, ധനകാര്യ സമിതി കൂടുന്നു. അങ്ങനെയുള്ള സമിതികളൊക്കെ കൂടിയിട്ട് പിന്നെ നമ്മുടെ സേനയ്ക്ക് വളരെ കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു. നിങ്ങൾക്ക് എപ്പോൾ എവിടെ എങ്ങനെ ആരെ ആക്രമിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് തീരുമാനമെടുക്കാമെന്നുള്ള നിർദ്ദേശം, പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണകൂടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. ചരിത്രത്തിൽ ഇന്നുവരെ പാകിസ്ഥാൻ്റെ ഇത്തരം ഭീകരാക്രമണങ്ങൾക്ക് തിരിച്ചടി കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായി ഇത്തവണ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പിന്നെ കരസേന, നാവികസേന, വ്യോമസേന, ഈ 3 സേനകളും വളരെ സജ്ജമായി വളരെ തയ്യാറെടുപ്പോട് കൂടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം 2019 നമ്മൾ ബാലക്കോട്ടിൽ ആക്രമണം നടത്തുമ്പോൾ നമ്മുടെ കയ്യിൽ റഫാലില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അതുപോലെ തന്നെ നിരവധി മിസൈലുകളില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കൂടുതൽ സജ്ജമായിട്ടുള്ള ഒരു ഇന്ത്യയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ ഇഗ്ലായസ് എന്ന് പറയുന്ന മിസൈൽ 260 കോടിക്ക് റഷ്യയിൽ നിന്ന് വന്നു കഴിഞ്ഞു. അതായത് താഴ്ന്നു പറക്കുന്ന ഡ്രോണുകളെയും വിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും ഒക്കെ കണ്ടുപിടിച്ച് തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മിസൈലാണത്. അപ്പോൾ എല്ലാ തരത്തിലും സജ്ജമായി, അതായത് ഇനി ഒരിക്കലും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം ഒരു റോഗ് രാഷ്ട്രം, ഒരു വാറിയർ സ്റ്റേറ്റ്, ഒരു ടെററിസ്റ്റ് സ്റ്റേറ്റ് ഇനി ഒരു കാരണവശാലും ഇന്ത്യയുടെ നിരപരാധികളെ, ഇന്ത്യൻ സമാധാനത്തെ പിന്നെ ഭഞ്ചിക്കുന്ന തരത്തിലുള്ള ആക്രമണമായി മുന്നോട്ട് വരരുത് എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള വളരെ കൃത്യമായ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സമയമെടുത്തുള്ള തയ്യാറെടുപ്പാണ് നടത്തുന്നത്. അത് ആരെ എങ്ങനെ അടിക്കണമെന്നുള്ളത് വാസ്തവത്തിൽ ഈ ആക്രമണം നടന്നതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അങ്ങനെ അതായത് ഒരിക്കലും പിന്നെ പാഠം പഠിക്കാത്ത പാകിസ്ഥാനെ നല്ല ഒരു പാഠം പഠിപ്പിക്കാനുള്ള ശ്രമം തന്നെയായിരിക്കും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തവണ ഉണ്ടാവുക.